ഹായ്, നമുക്കിന്ന് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന ബോ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബോയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള തുണിയാണ് കേട്ടോ എടുക്കേണ്ടത്. ഞാൻ അത്യാവശ്യം വലിയൊരു ബോ ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം കുറച്ച് നീളവും വീതിയും ഒക്കെയുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ തുണിയുടെ രണ്ട് വശവും വീതിയുടെ രണ്ട് വശവും വീഡിയോയിൽ കാണിച്ചതുപോലെ ഒന്ന് മടക്കി അടിക്കണം. അപ്പോൾ ഞാനതിൻ്റെ രണ്ട് വശവും മടക്കി അടിക്കുകയാണ്. ഒരു മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനതിൻ്റെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ ചീത്ത വശം പുറത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ രണ്ടായിട്ടിങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം, സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ. എന്നിട്ടതിൻ്റെ രണ്ട് വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് ഉള്ള നൂലും തുണിയൊക്കെ കട്ട് ചെയ്ത് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഒരു വശം സ്റ്റിച്ച് ചെയ്തു, അതേപോലെ തന്നെ അടുത്ത വശവും സ്റ്റിച്ച് ചെയ്യുവാണ്. ഇതാ ഇപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ആ സെൻറ്ററിൽ കൂടെ നമ്മളിത് മറിച്ചിടണം. മറിച്ചിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ 4 മൂലയും നല്ല ഷാർപ്പായിട്ട് തന്നെ ഇരിക്കുന്ന രീതിയിൽ വേണം മറിച്ചിടാൻ. എന്തെങ്കിലും സൂചിയോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് അതിൻ്റെ മൂല നല്ല ഷാർപ്പാക്കി എടുക്കണം. തയ്യൽ തുമ്പൊക്കെ അകത്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ മൂല വളഞ്ഞൊക്കെ ആയിരിക്കും. അത് നന്നായി ലെവൽ ചെയ്തെടുക്കണം, എന്നാലേ നമ്മുടെ ബോയ്ക്കൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഇനി നമുക്കതിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്കൊരു ലൈൻ അടയാളപ്പെടുത്തി കൊടുക്കാം. അത് ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയതിന് ചെറിയൊരു വ്യത്യാസം വന്നു. അപ്പോൾ ഞാൻ കറക്റ്റായി സ്കെയിൽ വെച്ച് അളന്നിട്ട് അതിൻ്റെ പകുതി അടയാളപ്പെടുത്തി കൊടുത്തതാണ്. ഇനിതാ ആ കാണുന്ന ലൈനിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ബോയുടെ ഒരു ഭാഗം ഫിനിഷായി. അപ്പോൾ നമുക്കതങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് കൈത്തയ്യലാണ് ചെയ്യുന്നത്, സൂചി നൂലും വെച്ച് കൈത്തയ്യൽ ചെയ്യുവാണ്. ഏകദേശം ഒരു 1/4 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കെട്ടൊക്കെ ഇട്ട് നമ്മളിവിടെ നമ്മുടെ ബോയുടെ ഏറ്റവും ടോപ്പിലെ ഭാഗം നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയായിരിക്കും. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 ഇഞ്ച് വീതി വരുന്ന ഒരു ചെറിയ പീസ് വേണം. ആ പീസ് നമ്മൾ രണ്ടായിട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ട് കഴിയുമ്പോൾ ഇതാ ഇതേപോലെ കിട്ടും. അത് നമ്മളൊന്ന് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആ കിട്ടിയ ആ ഒരു പീസ് നമ്മുടെ ബോയുടെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, ആ സ്റ്റിച്ച് വരുന്ന ആ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് അതിനെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ബാക്കിലോട്ട് വെച്ചിട്ട് അത് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം.
നമ്മളപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ബാക്കിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ സ്ക്വയർ ഷേപ്പിലുള്ള 2 പീസാണ്. ഒന്നിന് നീളം കൂടുതലും ഒന്ന് നീളക്കുറവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്ത് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന അതേ ഷേപ്പിൽ താഴേക്ക് വീതി കൂടി വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇതേപോലെ. ഇനി നമുക്ക് അതേ ഷേപ്പിൽ തന്നെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുത്തിട്ട് അത് നമുക്ക് മറിച്ചിട്ട് എടുക്കാം. ഇതാ ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മളിതിങ്ങനെ വെച്ച് അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക വേണ്ടു. നമ്മുടെ ബോ ഇവിടെ റെഡി.